ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മൾ പച്ചച്ചക്ക കൊണ്ട് ഒരു വടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. വട എന്ന് പറയുമ്പോൾ നമ്മൾ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കില്ലേ, അതേ മോഡലാണ്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ നമ്മൾ പച്ചച്ചക്ക കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് തോന്നുകയില്ല കേട്ടോ. ശരിക്കും പരിപ്പോട കഴിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പം ആരെങ്കിലും പച്ചച്ചക്ക വെച്ചിട്ട് ഇതുപോലൊരു വട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. വൈകിട്ട് പിള്ളേരെല്ലാം സ്കൂളിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി വീഡിയോ കണ്ടാലോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതുതായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടാലോ. അപ്പോൾ പച്ചച്ചക്ക ഞാനൊരു 10 ചുളയാണ് കേട്ടോ എടുത്തത്. അത് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഒത്തിരി അരച്ചെടുത്തില്ല കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില. അപ്പോൾ ഞാൻ വേറെ ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ചെറിയുള്ളി ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ അരിപ്പൊടിയും 2 ടീസ്പൂൺ കടലമാവും പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട. നമുക്ക് ഈ ചക്കയുടെ ആ ഒരു നനവിൽ തന്നെ നമുക്ക് ഈ പൊടി എല്ലാം കൂടെ നന്നായിട്ട് കുഴഞ്ഞു കിട്ടും കേട്ടോ. അത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് നമ്മുടെ ഈ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നല്ല ചൂടായി ഇരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ പരിപ്പോടെയൊക്കെ പരത്തുന്ന അതേ ഒരു ഷേപ്പിൽ പരത്തിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് തുളയിട്ടിട്ട് ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നമുക്കൊരു പരിപ്പോടയാന്നേ തോന്നത്തുള്ളൂ. ആ ഒരു രീതിയിൽ നമ്മൾ ഇട്ടിട്ട് ഫ്ലെയിം കുറച്ചിടണം, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞിട്ട് ഉള്ളിൽ നമുക്ക് ചക്കയൊന്ന് നന്നായിട്ട് കുക്കായി കിട്ടാതെ പോകട്ടെ. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമ്മൾ 2 പുറവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് മുരിയിച്ചെടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിയാനേ, എന്നാലും എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് പച്ചച്ചക്ക കിട്ടുമായിരിക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെറും 10 ചുള മതി. ഈ 10 ചുളയും കൊണ്ട് എനിക്ക് 7 എണ്ണം ഞാൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. എനിക്ക് 7 എണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.